കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു പുതിയൊരു റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത്. വേറൊന്നുമല്ല, മത്തങ്ങ പച്ചടി ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഞാനതിന് വേണ്ടിയിട്ട് ഒരു അരമുറി മത്തങ്ങ, അരമുറി എന്ന് പറയാനും പറ്റില്ല, ഒരു കാൽ ഭാഗം മത്തങ്ങ ഞാനവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടത്. ഇനി നമുക്കിതെങ്ങനെയാണ് വേവിച്ചെടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ അടുപ്പ് കത്തിച്ച് അതിലേക്ക് മത്തങ്ങ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇത് വെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളം നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് വേവട്ടെ. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ മത്തങ്ങ ഇവിടെ വെന്തോ എന്ന് നോക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തായിരുന്നു. അത് ആദ്യം വീഡിയോയിൽ പറയാൻ മറന്നു പോയായിരുന്നു, ക്ഷമിക്കണം. നമ്മളിത്തിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെന്ത് വരുന്നുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ആകട്ടെ. നമ്മുടെ പച്ചടിക്ക് ആവശ്യമായ തേങ്ങ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരപ്പ് റെഡിയാക്കാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങളാണ് ചേർക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് ജീരകമാണ്, ചെറിയ ജീരകമാണ് ഇട്ടേക്കുന്നത്. പിന്നെ കുറച്ച് കടുകും കൂടെ. ഇത് നമുക്കൊന്ന് പേസ്റ്റ് പരുവത്തിൽ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം നമ്മുടെ മത്തങ്ങ ഇവിടെ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരച്ച് വെച്ച അരപ്പൊഴിക്കാം. തേങ്ങയും കടുകും ജീരകവും കൂടെ അരച്ചതാണ്. അതൊഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കിയെടുക്കണം. നമ്മുടെ പച്ചരി അരപ്പിടിച്ച് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വേണ്ട, കുറച്ച് തൈര് ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മൾ തൈര് ഒഴിച്ച് ഒന്നുകൂടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് താഴേക്ക് മാറ്റാം. വീണ്ടും ഇതിൽ കടുക് താളിക്കാനുള്ള നോക്കാം. ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ഒന്ന് നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കടുക് ഇടാം. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളിയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും പച്ചടി ചേർത്തിട്ട് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ മത്തങ്ങ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം.